ശ്രീകുമാർ, ഇപ്പോൾ സർവകക്ഷി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഖാർഗെ പറഞ്ഞതാണ്, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നും. പക്ഷേ അതേസമയം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു പരിശോധന കൂടി വേണമല്ലോ. അപ്പോൾ ഈ ഇന്റലിജൻസ് പരാജയം സംഭവിച്ചിരിക്കുന്നു, സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു, അതിൽ സമഗ്ര പരിശോധന വേണം എന്നുകൂടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതിൽ എത്രത്തോളം പ്രതിപക്ഷത്തിന് ഊന്നാൻ സാധിക്കുന്നുണ്ട്? നോക്കൂ സ്മൃതി, രാജ്യത്ത് ഒരു ഭീകര സംഘം അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം അവരുടെ ധർമ്മം നിർവഹിക്കുന്നത് ഗവൺമെൻറ്റിനൊപ്പം നിന്നുകൊണ്ടാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും പ്രതിപക്ഷവും കോൺഗ്രസ്സൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഒപ്പം തന്നെ അവർ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയും. കാരണം ഭരണകക്ഷികൾക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാക്കളാണ് സാധാരണ ഉന്നയിക്കുക. അതുകൊണ്ടാണ് ഈ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറയുന്നത്. കാരണം ഇത് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി ജനങ്ങളെ രണ്ടിൽ തട്ടിലാക്കേണ്ട ഒരു ഘട്ടമല്ലിത്. ഈ ചർച്ച തന്നെ ഈ കാണുന്ന ജനങ്ങൾക്കൊക്കെ മനസ്സിൽ വികാരമുണ്ടാകുന്നത് ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ദേശത്തിൻ്റെ ബോധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തെ ഭരണാധികാരികൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവിനേറ്റ മുറിവെന്ന്. ആത്മാവിന് മുറിവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ആരും പ്രകടിപ്പിക്കാറില്ല. പക്ഷേ കോൺഗ്രസ് വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചൊരു കക്ഷിയാണ്. ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പാകിസ്ഥാനെയും അതുപോലെ തന്നെ ചൈനയുമൊക്കെ നേരിടുകയും ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായതൊക്കെ ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ യുദ്ധമെല്ലാം ഇന്ത്യ ജയിച്ചു പോന്നു. അത് മുൻ ഭരണാധികാരികളുടെ കാലത്തൊക്കെ ജയിച്ചു പോകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കരാറുകൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുപ്പിടിപ്പിച്ച വിദേശ നയമാണ്. ആ വിദേശ നയത്തിൻ്റെ അടിത്തറ വളരെ ഭദ്രമാണ്. അതുകൊണ്ടാണ് ഏത് ഗവൺമെൻറ് വന്നാലും അത് വലിയ മാറ്റം വരുത്താത്തത്. ഈ ഗവൺമെൻറ്റിലെ അവരുടേതായ ചില നയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വിദേശ നയം മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നപ്പോൾ പോലും അന്ന് വിദേശകാര്യമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി അത് ഉൾക്കൊണ്ടിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിമർശിക്കുകയല്ല ചെയ്യുന്നത്, കോൺഗ്രസ് അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? ഇവിടെ ശ്രീ മേജർ രവി പറഞ്ഞല്ലോ, ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടോ, സുരക്ഷാ വീഴ്ചയുണ്ടോ എന്നൊക്കെ സംശയം വരും ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ തീർക്കേണ്ട ഒരു കടമ ഗവൺമെൻറ്റിനുണ്ട്. അത് ഗവൺമെൻറ്റിനോട് കോൺഗ്രസ് നേരിട്ട് പറയാൻ കാരണം അവരാണ് മുഖ്യ പ്രതിപക്ഷം എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇന്ത്യ ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് നിഗമനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അതിൽ വിദഗ്ധരുണ്ട്. ആ വിദഗ്ധരുടെ അഭിപ്രായം ഗവൺമെൻറ്റിന് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി, അദ്ദേഹം 10 വർഷം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് സാധാരണ ഒരു ഭീകരാക്രമണമായിട്ട് കാണാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകളുണ്ടോ എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്ക് പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഭരണപക്ഷത്തിലെ ആരും അങ്ങനെ പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം അത് പറയുമ്പോൾ അത് കേൾക്കാൻ സാധാരണഗതിയിൽ ഏത് ഗവൺമെൻറ്റിനും സന്നദ്ധമാകും. കാരണം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ മറുപടിച്ചുകൊണ്ട് നമ്മൾ ആഭ്യന്തരമായിട്ട് കക്ഷി നേതാക്കൾ പക്ഷം പിടിച്ച് പ്രസംഗിക്കേണ്ട ഒരു കാലമല്ലിത്. ആരാണോ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും പരിപൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ധർമ്മം. ആ ധർമ്മത്തിനൊപ്പം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ കശ്മീരിലെ താഴ്വരയിൽ ശാന്തി വന്നു, സമാധാനം വന്നു. അവിടെ 2.5 കോടിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ടൂറിസ്റ്റുകളുടെ വരവുണ്ടായി. ഇത്തവണ ഒരു 3.5 കോടിയും കണ്ടാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ കാശ്മീരിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്ന വലിയ ഘടകമാണത്. അപ്പോൾ അങ്ങനെ സമാധാനമൊക്കെ പുലർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഒരു തൊട്ടടുത്തുള്ള പാകിസ്ഥാനെ പോലെ ഒരു ദുർബലമായ രാഷ്ട്രം, അവർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഭീരുക്കളാണല്ലോ സാധാരണ രീതിയിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഭീരുക്കളായതുകൊണ്ടാകാം അവർ ഈ മാർഗം തിരഞ്ഞെടുത്തത്. പക്ഷേ ആ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നു. ഇപ്പം നയതന്ത്രപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലെത്രത്തോളം ഭാവിയിൽ അത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളതൊക്കെ ചർച്ച വരും. അത് സ്വാഭാവികമാണ്. കാരണം അന്താരാഷ്ട്ര നിയമവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കരാറുകളെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായങ്ങളുണ്ടാകും.
അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണല്ലോ ഗവൺമെന്റ് ഒരു തീരുമാനം അല്ല, എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിന് ശേഷം സാഹചര്യത്തിൽ സർവകക്ഷി യോഗം ലോകരാഷ്ട്രങ്ങളുടെ ചേരാൻ പിന്തുണ കോൺഗ്രസ് എന്തു നമുക്കുണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി അതിൽ കൂടിയാണ് നന്ദി പറഞ്ഞത് ആ പ്രസംഗത്തിൽ. അതെ, ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലെ, ഞാൻ കേട്ടത് അങ്ങനെയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്കും നേതാക്കൾക്കും അദ്ദേഹം പിന്തുണ, അദ്ദേഹം നന്ദി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഞാൻ ആ പ്രസംഗത്തിൽ കേട്ട പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അസ്വസ്ഥത ഉണ്ടാക്കാൻ പുറമേ നിന്നുള്ള ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെ ഭരണ പ്രതിപക്ഷം എന്നുള്ളത് മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമീപനം, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരമാണ്. അത് പുതിയതല്ല. കാലങ്ങളായിട്ടുള്ള 1947 മുതലുള്ള ഒരു മാതൃകാ സമീപനമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും മാതൃകാ സമീപനമാണ്. കാരണം 1947 മുതൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ജനാധിപത്യപരമായി ശക്തമാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം ശക്തമാണ്, ഇന്ത്യയിലെ മതനിരപേക്ഷത ശക്തമാണ്. അതുമാത്രമല്ല സാമ്പത്തികമായും സാമൂഹികമായൊക്കെ ഇന്ത്യ വളരെ മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയെ എതിരിടാൻ പാകിസ്ഥാൻ ഭയക്കുന്നത്. അപ്പം അവർക്കെതിരെ ചില നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അവർ ദുർബലരാകും. കാരണം അവരുടെ ജനങ്ങളോട് അവർക്ക് മറുപടി പറയേണ്ട ബാധ്യത വരും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രം ദുർബലമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ആ രാഷ്ട്രത്തിന് ഏൽക്കുന്ന കനത്ത ആഘാതമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന തരത്തിലുള്ള പരിപാടികൾ ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊള്ളും. പക്ഷേ അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇങ്ങനെ സംഭവിച്ചത്, അതും കൂടുതൽ പേരെത്തുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷാ സൈന്യർക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത ട്രെക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് അതിൽ ഇൻ്റലിജൻസിൻ്റെ പരാജയം ഉണ്ടായിരുന്നോ, സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ, ഇതൊക്കെ പരിശോധിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ പ്രതിപക്ഷം അത് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനമല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ സാധാരണഗതിയിൽ ഭരണാധിപന്മാർ ഉൾക്കൊള്ളും. കാരണം ഇതൊരു ദേശീയതയുടെ കാര്യമാണല്ലോ. തീർച്ചയായും ഇത് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം, എല്ലാത്തിനും മേൽ കാര്യങ്ങൾ മൂടിവെക്കുകയല്ല വേണ്ടത്. ഇത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് പ്രതിപക്ഷം ധർമ്മമായി ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്.